पिता त्वमेव त्वमेव बन्धु च सखा त्वमेव त्वमेव वेद्य च गविणं त्वमेव. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെബീസ് ടെക്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടൈം പോയിൻറ്റ്സ് എന്ന വെബ്സൈറ്റിനെ പറ്റിയാണ്. ആ വെബ്സൈറ്റിൻ്റെ റെഫർ ഏണിംഗ് അൺലിമിറ്റഡ് ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായി നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ജസ്റ്റ് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇതുപോലത്തെ ട്രിക്കും ടിപ്സുമാണ് ഇനിയും പറഞ്ഞു തരുന്നത്. അപ്പോൾ ട്രിക്സ് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ ട്രിക്കിലോട്ട് പോകാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം പോയിൻറ്റ്സ് എന്നൊരു വെബ്സൈറ്റിൻ്റെ പേര് ടൈം പോയിൻറ്റ്സ് എന്നാണ്. അപ്പോൾ നേരെ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലത്തെ ഒരു, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കിട്ടുമ്പോഴുള്ള പേജാണിത്. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന രീതി ട്രിക്ക് കാണിച്ചു തരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ 2 തവണ കാണിക്കേണ്ട ആവശ്യമില്ല. ട്രിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ ട്രിക്ക് ചെയ്യുന്നത് റെഫർ ഏണിംഗ് ട്രിക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഓൾറെഡി നമ്മൾ റെഫർ ചെയ്യുന്ന ആളുടെ ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ റെഫർ ചെയ്യുന്ന ആരാണോ അയാളുടെ നമ്പർ വെച്ച് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ അപ്പ് ചെയ്യുന്ന രീതിയും പ്രോസസ്സിംഗ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ വാലറ്റിൽ ഇപ്പോൾ 630 കോയിൻസ്, അതായത് ഞാനൊക്കെ ട്രിക്കിലൂടെ ഇവിടെ ഏൺ ചെയ്താണ് അവിടെ കാണിക്കുന്ന അടിയിലായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെ ഏൺ ചെയ്തെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റെഫർ ചെയ്യാണ് 100 കാണാൻ സാധിക്കുന്നതാണ് അടിയിലായിട്ട്. അപ്പോൾ ഈ റെഫർ ചെയ്യാണ് 100 ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ട്രിക്ക് യൂസ് ചെയ്താണ് എനിക്ക് 100 കിട്ടിയത്. അപ്പോൾ ഈ ട്രിക്ക് വളരെ സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഇതിൽ നിങ്ങൾ റെഫർ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണാൻ സാധിക്കുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കാണാൻ സാധിക്കുന്നതാണ് റെഫർ ആൻഡ് ഏൺ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റെഫർ ആൻഡ് ഏൺ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം, അപ്പോൾ റെഫർ ആൻഡ് ഏൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഇതുപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ടെലിഗ്രാം ജസ്റ്റ് കാണിക്കുന്നതാണ്. അതിൽ നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോൺടാക്റ്റിലോട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേറെ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളുടെ മറ്റേതെങ്കിലും കോൺടാക്റ്റിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ റെഫറൽ കോഡ് അടങ്ങിയ ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. റെഫറൽ കോഡ് അടങ്ങിയ ഒരു ലിങ്ക് ഉണ്ടാവും. അതായത് നിങ്ങളുടെ റെഫറൽ കോഡും കൊടുത്തിട്ടുണ്ടാവും, പിന്നെ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ലിങ്കാണ്. ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്കി പിടിച്ച് എല്ലാം കോപ്പി ആകുന്നതാണ്. കോപ്പി ആയതിനു ശേഷം നേരെ ക്രോമിലോട്ട് വരിക. ക്രോമിലോട്ട് വീണ്ടും വന്നതിന് ശേഷം ഇവിടെ ന്യൂ ഇൻക്വൻറ്റി ടാബ് എടുക്കുക. അതായത് ന്യൂ ഇൻക്വൻറ്റി ടാബ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ കോപ്പി ചെയ്ത ലിങ്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിടുക. പേസ്റ്റ് ചെയ്തിടുമ്പോൾ ഒന്ന് ലോഡായിട്ട്, അതായത് നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എങ്ങനെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു, അത് ഇതുപോലത്തെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും നിങ്ങൾ ആദ്യം ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഒരു അൺരജിസ്റ്റേർഡ് ആയ ഒരു മൊബൈൽ നമ്പറാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ മുമ്പായിട്ട് എൻ്റെ ആദ്യത്തെ വാലറ്റിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് കാണിച്ചു തരാം, അതായത് എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മിനിമൈസ് ചെയ്തതിന് ശേഷം എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് എടുക്കുകയാണ്. ഒറിജിനൽ അക്കൗണ്ടിൽ ഇവിടെ 300 അവിടെ കോയിൻസ് ഇവിടെ കാണാൻ സാധിക്കും. ലൈഫ് ടൈം കോയിൻസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കും 630 കോയിൻസാണ് ഉള്ളത് ടോട്ടലായിട്ട്. അപ്പോൾ ഇവിടെ നമുക്കതെങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇവിടെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻക്വൻറ്റി ടാബ് വീണ്ടും ഇൻക്വൻറ്റി എടുത്തതിന് ശേഷം നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്ത ലിങ്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ഇത് അൺരജിസ്റ്റേർഡ് ആയ ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കും. ഞാൻ ഇപ്പോൾ വേറെ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ നമ്പർ ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ടൈം പോയിൻറ്റ്സിന് ഒരു OTP സെൻഡ് ആവുന്നതാണ്. അപ്പോൾ OTP ജസ്റ്റ് തെറ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ OTP അടിച്ചു കൊടുക്കുകയാണ്. OTPയിൽ കിട്ടിയ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് 40 35 88 35 88 ജസ്റ്റ് ടൈപ്പ് എടുത്തു. അപ്പോൾ നമ്പർ തെറ്റാണ്. Kids screaming in the cradles, profanities. ശരിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ അടിക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വേറെ നമ്പർ, അതായത് നിങ്ങളുടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് മുമ്പായിട്ട് ഞാനൊരു കാര്യം വിട്ടു പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പേജ് ഞാൻ അറിയാതെ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പേജ് എങ്ങനെയത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം OTP സെൻഡ് ആകുന്നതാണ്. OTP അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ നെയിമും പാസ്വേഡും മറ്റു കാര്യങ്ങളും ചോദിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. നെയിമും പാസ്വേഡ് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഇമെയിൽ അടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് ഇമെയിൽ വേറെ എന്തെങ്കിലും കൊടുക്കുക, ഫേക്ക് ഇമെയിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇമെയിൽ കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പേജ് കിട്ടും. അതിന് ശേഷം വീണ്ടും നിങ്ങൾ അടിച്ച നമ്പർ, അതായത് ഫസ്റ്റ് എങ്ങനെ അടിച്ച നമ്പർ, ആ നമ്പർ ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആ നമ്പർ ഒന്നും കൂടി അടിച്ചു കൊടുക്കണേ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു 4 OTP വരുന്നതാണ്. അപ്പോൾ ആ ഫസ്റ്റ് അടിച്ചപ്പോൾ ഒരു 6 OTP ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഇപ്പോൾ 4 OTP സെൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 4 OTP കിട്ടിയിട്ടുണ്ട്. 89 47 എന്നാണ്.
89-41 ജസ്റ്റ് അടിച്ചു കൊടുത്തു. അതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്തു. കണ്ടിന്യൂ എന്ന് കൊടുത്തപ്പോൾ കൺഗ്രാജുലേഷൻ യു ആർ ഏൺഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വാട്സപ്പിലോട്ട് നോ താങ്ക്സ് എന്ന് കൊടുക്കാം. അവിടെ അടിയിൽ കാണാൻ സാധിക്കുന്ന നോ താങ്ക്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. നോ താങ്ക്സ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ പേജിലോട്ട് പോകുന്നതാണ്, നമ്മുടെ ഈ ആപ്പിൻ്റെ മെയിൻ അക്കൗണ്ട് ആയത്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് കൊടുത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 110 പോയിൻറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. റെഫറൽ കോഡൊന്നും ഇല്ല. റെഫറൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ജോയിൻ ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് 100 പോയിൻറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ കുറച്ച് കംപ്ലീറ്റ്സ് ഉണ്ട്. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് പ്രൊഫൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ 50 പോയിൻറ്റ്സ് നിങ്ങളുടെ ഇമെയിൽ, അതായത് നിങ്ങളുടെ ഇത് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടും. പിന്നെ ബേസിക് പ്രൊഫൈലിന് നിങ്ങളുടെ 34 ഇതൊക്കെ ചോദിക്കുന്നതാണ്. മെയിലും സെലക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് കൊടുത്തു. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക, എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്ത് നെക്സ്റ്റ് ഒന്ന് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിലിട്ടൊരു OTP സെൻഡ് ആകുന്നതാണ്. അപ്പോൾ OTP സ്കിപ്പ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്ന് കൊടുത്താൽ ഇത് വെരിഫൈ ആവുന്നതാണ്. പിന്നെ ഒരു വേണമെങ്കിൽ ആവശ്യം നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ ഒരു OTP സെൻഡ് ആവും. OTP അടിച്ച് കൊടുത്താൽ ഇമെയിൽ അഡ്രസ്സിലൂടെ OTP സെൻഡ് കൊടുത്താൽ അപ്പോൾ അതും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് അത് 250 കോയിൻസ് ഞാൻ എൻ്റെ റെഫറൽ കോഡ് കൊടുത്ത് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലും പിന്നെ വീണ്ടും ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ഇപ്പോൾ 250 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റെഫർ ആൻഡ് റിവാർഡ് എന്ന് പറഞ്ഞിട്ട് 100 പോയിൻറ്റ്സ്. അതായത് എൻ്റെ റെഫറൽ കോഡ് കൊടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ മറ്റൊരു നമ്പർ വെച്ചാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഇപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ 630 കോയിൻസ് ആയിരുന്നു. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൽ പൈസ ആഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഒറിജിനൽ അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഒറിജിനൽ അക്കൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം ഒന്ന് റീഫ്രഷ് ചെയ്യാണ്, ആഡ് ആയിട്ടുണ്ടെന്ന് നോക്കട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ആഡായിട്ടുണ്ട്, ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 730 കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിക്ക് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ 730 കോയിൻസ് ആയിട്ടാണ് ലൈവ് പ്രൂഫാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഫ്രണ്ട്സ്. അപ്പോൾ ഇതിങ്ങനെ വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അടിയിലായിട്ട് സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കുന്നത്. അത് ഇപ്പോൾ ആഡ് ആയതാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് 2 മിനിറ്റ്സ് മുമ്പ് അയാൾ രജിസ്റ്റർ ചെയ്തെന്ന് കാണാൻ സാധിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനമാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു 1400 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സാധനം വാങ്ങിയിടാം. അതായത് 1400 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നതാണ്. ആ ഗിഫ്റ്റ് വൗച്ചർ വെച്ച് നമുക്കത് ഗിഫ്റ്റ് കാർഡ്, അതായത് ഇവിടെ ഗോ ടു മൈ ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റ്, അതിനുശേഷം ക്ലിക്ക് ഗിഫ്റ്റ് കാർഡ് എൻ്റർ വരെ ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ റൂൾസ് അങ്ങനെ യൂസ് ചെയ്യുക, ഗിഫ്റ്റ് കാർഡ് അങ്ങനെ കിട്ടുന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോയിലോ പിറ്റത്തെ വീഡിയോയിലോ ഞാൻ ഇതിൻ്റെ റെഡീം ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിൽ ആമസോൺ ഉണ്ടായിരുന്നു. ആമസോണിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡും ഇതുപോലെ ഇതിന് മുമ്പ് വന്നിരുന്നു. 1400 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു 630 കോയിൻസ് കൂടി മതി. അതായത് എനിക്കൊരു 6 പേരെ റെഫർ ചെയ്താൽ എനിക്ക് അത് കിട്ടും. ഞാനത് ട്രിക്സിലൂടെ തന്നെ റെഫർ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലൈവ് പേയ്മെൻറ്റ് പ്രൂഫ് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അതായത് എനിക്ക് കിട്ടുന്നത്, അതായത് അങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് റെഡീം ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് വൗച്ചർ റെഡി ചെയ്തതിന് ശേഷം ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ റെഡി ചെയ്തതിന് ശേഷം അതങ്ങനെ നമുക്ക് പേടിഎമ്മിലോട്ട് ആഡ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരെ ഇൻക്വൻറ്റി ടാബ് എടുക്കാൻ നിങ്ങളുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ അത് രജിസ്റ്റർ ചെയ്ത് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത നമ്പർ വീട്ടിൻ്റെ മറ്റ് ഫ്രണ്ട്സിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 6 OTP അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ പേരും നമ്പറും നമ്പറും ഒരു പാസ്വേഡ് 2 വട്ടം അടിക്കാനും പറയും. പിന്നെ ഒരു ഇമെയിൽ ഐഡി, ഫേക്ക് ഇമെയിൽ ഐഡി കൊടുത്താലും മതി. എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. 1234@gmail കൊടുക്കാം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഇതിൽ അപ്പോൾ കയ്യിൽ കിട്ടുന്ന എന്താ ജസ്റ്റ് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു OTP സെൻഡ് ആവും. 6 OTP. ആ OTP തെറ്റാതെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആയില്ല. അതിനുശേഷം കൂടി വീണ്ടും നിങ്ങളോട് നമ്പർ ചോദിക്കും. അതായത് നിങ്ങളുടെ ആ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത നമ്പർ ഒന്നും കൂടി അടിച്ചു കൊടുക്കാൻ ചോദിക്കും. ആ നമ്പർ ഒന്നുകൂടി അടിച്ചു കൊടുത്തതിന് ശേഷമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അടിച്ചു കൊടുത്ത നമ്പറിനെ വീണ്ടും നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 4 OTP വരും. OTP കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന് കൊടുക്കുക. അതിനുശേഷം നോ താങ്ക്സ് എന്ന് കൊടുത്താൽ മതി. പിന്നെ റെഫർ ചെയ്യാൻ
ചെയ്യാൻ ട്രിക്കിൻ്റെ റെഫർ ലിങ്ക് കിട്ടാനായിട്ട് നിങ്ങൾ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റെഫർ ആൻഡ് ചെയ്യണമെന്ന് കാണാൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ മുകളിലിട്ട് ഷെയർ ചെയ്തിട്ട് അവിടെ നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇൻക്വയറി ചെയ്യാൻ കൊടുത്തിട്ട് ട്രിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇതിൽ നമുക്ക് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, ഒരു ലൈക്കും തരാം, പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താം. സോ ബൈ.